പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുപ്പതി യാത്രയാണ്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്ര നേരം ഞാൻ ഇവിടെ ഇരുന്ന് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നത്, മേലൊക്കെ കഴുകി നമ്മൾ നേരെ തിരുപ്പതിയിലോട്ട് പോവാണ്. ഈ വ്ളോഗൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് എഡിറ്റിങ്ങും പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ നടക്കത്തുള്ളൂ. ട്രെയിനിലൊന്നും അവിടെ ഒന്നും പോയിട്ട് നടക്കത്തില്ല നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ സാധന സാമഗ്രികൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു മൈക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ട്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാ വീഡിയോസിനും നല്ല സൗണ്ട് ഉണ്ടാവും. എൻ്റെ ഫോണിലെടുക്കുന്ന ഒരു വീഡിയോസിന് സൗണ്ട് ഇല്ല, ബട്ട് ഇനി ആ മൈക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പോയി റെഡിയായിട്ട് നമുക്ക് നേരെ തിരുപ്പതിയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റോഡ് ട്രിപ്പ് ടു തിരുപ്പതി. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇപ്പം സമയത്ത് 5:30 അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 7 മണിക്കാണ് ട്രെയിൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സ്വന്തം തിരുപ്പതിക്കാണ് പോകുന്നത്. അപ്പം തിരുപ്പതി വന്ന ആന്ധ്രാപ്രദേശിലാണ്, അതുകൊണ്ടാണ് ഞാൻ ആന്ധ്രാപ്രദേശ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ പോകുന്നത് തിരുപ്പതിക്കാണ്. ആന്ധ്രാപ്രദേശും തിരുപ്പതിയാണ് ആന്ധ്രാപ്രദേശിൽ, അങ്ങനെ എന്തോ ആണ് ഗൈസ്. നിങ്ങൾക്ക് കറക്റ്റ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പുറത്തിരുന്നാണ് ഇത് പറയുന്നത്, കാരണം വണ്ടികളുടെ സൗണ്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത്തിരി ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കാറിലാണ് നമ്മുടെ യാത്ര. കാരണം നമുക്ക് ചന്ദ്രമ്മയും കോട്ടയക്കാട് നിന്ന് വിളിച്ചിട്ട് വേണം നേരെ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. നമുക്ക് ഏകദേശം 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണം. 7 അങ്ങനെ ട്രെയിൻ. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയാൽ നമുക്ക് അത്രയും ഒരു സമാധാനത്തോടെ ഇരിക്കാം. വൈകി കഴിഞ്ഞാൽ കിടന്ന് ടെൻഷനാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേരള ടു നമ്മുടെ സ്വന്തം തിരുപ്പതി റോഡ് ട്രിപ്പാണ്. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ വെക്കേഷനിലെ ലാസ്റ്റ് ട്രിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദൂരെ ലാസ്റ്റ് ട്രിപ്പായിരിക്കും. ഇനിയിപ്പോൾ ഫുള്ള് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മുടെ യാത്ര. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. ഗൈസ്, നമ്മൾ പാലക്കാട് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ചന്ദ്രമ്മയുണ്ട്. ചന്ദ്രമ്മ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ചെറിയ മസാജിങ് സെൻ്ററൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പുതിയതായി വന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റ് വന്നത് ചേച്ചിയെ ഡൽഹിക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാൽ ലാസ്റ്റ് എപ്പോഴാണ് നമ്മൾ വന്നത്? തിരുവനന്തപുരം മുമ്പ് എപ്പോഴാണ് വന്നത്? കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. മധുരയ്ക്ക് മുമ്പ് ഇങ്ങോട്ട് അല്ലല്ലോ വന്നത്, അപ്പുറത്ത്. കറക്റ്റ് അറിയില്ല. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പോകുമ്പോൾ ചേച്ചിയെ കൊണ്ടുവിടാൻ പോയപ്പോഴാണ് വന്നത്. നമുക്ക് അച്ഛനവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചതിരമ്മ കാണിച്ചു കൊടുക്കും. വെള്ളവും വാങ്ങിച്ചു, പിന്നെ എന്താ വാങ്ങിച്ചു? ഷെയ്ക്കും, പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസിയും വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ്. ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അവിടെ പോയിട്ട് നമുക്ക് അവിടെ അമ്പലത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ വേണം, കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി നേരെ പ്ലാറ്റ്ഫോം നമ്പർ 4 റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ട്രെയിനൊക്കെ വന്നിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയൊക്കെ കഴിച്ചു. പൊറോട്ടയും നല്ല കറിയൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാഴ്ചയൊന്നും കാണുന്നില്ല. ഫുള്ളൊരു ഇരുട്ട് മയമാണ്. രാത്രി ആയാൽ തന്നെ പിന്നെ കാഴ്ചയൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്. അടിപൊളി കണ്ടോ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. നാളെ കാലത്ത് തിരുപ്പതിയൊക്കെ എത്തിയിട്ട് നമ്മുടെ റൂം ടൂറൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മൊത്തം 2 വ്ളോഗാണ് വരിക. ഒന്ന് തിരുപ്പതി എത്തിയിട്ടുള്ള 2 വ്ളോഗാണ് വരിക. ഒന്ന് റോഡ് ട്രിപ്പും, ഒന്ന് തിരുപ്പതി എത്തിയിട്ടുള്ള വിശേഷം, തിരിച്ചു വരുന്ന വിശേഷം. അപ്പോൾ ഒരുപാട് വ്ളോഗായി ബോറായിരിക്കും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കും, എനിക്ക് ബോറടിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും ഇവിടെ തുടങ്ങിയിട്ട് നാളെ കാലത്ത് കാണാം ഗൈസ്. നമ്മൾ തിരുപ്പതി എത്തിയിരിക്കുന്നു ഗൈസ്. ഇത് കണക്ക് ചെറിയ ചെറിയ ജീപ്പുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ കയറിയിരിക്കുന്ന ഒരു ബസ്സിലാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ മലയൊക്കെ കയറുമ്പോൾ നല്ല നല്ല വിഷ്വൽസ് കിട്ടാമെന്നാണ് പ്രതീക്ഷ. ഞങ്ങൾ വരുന്ന വഴിക്ക് ദൈവത്തിൻ്റെ ഒരു ഇതില്ല എന്തെങ്കിലും പറയാം, ചിഹ്നം പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെന്താ പറയുക, അല്ല ദൈവത്തിൻ്റെ ഒരു അത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രൂപം പോലത്തെ ഒരു ചെറിയ ഇതിൽ അവിടെ മേലെ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനി അത് കാണുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ട്രെയിനിൽ അപ്പോഴേക്കും പോയി നമ്മൾ എണീറ്റ്, നിങ്ങൾ വിഷ്വൽസ് കണ്ടു വേണം, നമ്മൾ എണീറ്റപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തിയായിരുന്നു. അപ്പോൾ ഇനി ഈ മലയൊക്കെ കയറുന്ന നല്ല നല്ല വിഷ്വൽസാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഗൈസ് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ ഗൈസ്, ഫുള്ള് ഇവിടെ ചെറിയ ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ചെടിയുടെ ഒന്നും പേര് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബില്ലോ. വേണ്ട, സമയം 5:30. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂമിലാണ്. നമ്മുടെ റൂം ടൂർ ഒന്നും കാണിക്കാൻ സമയമില്ല, നമുക്ക് ദർശനത്തിൻ്റെ സമയമായി. അവിടെയൊന്നും ഫോണല്ലോ ഇവിടെ അല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ചിന്തിയാണ്. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വ്ളോഗ്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് സെയിം നമ്മൾ വണ്ടിയിൽ തന്നെ ആയിരിക്കും. അത് പറ്റിയാൽ നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.